നമുക്കൊപ്പം ഇസ്രായേലിൽ നിന്നും ഒരു മലയാളി നമുക്കൊപ്പം ചേരുകയാണ്. ക്ലിന്റ്, നമ്മൾ ഇതിനു മുൻപ് ഏതാണ്ട് ഒരു വർഷം മുൻപ് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ മലയാളികളുടെ സാഹചര്യങ്ങൾ എന്തെന്നൊക്കെ അറിയാൻ. വീണ്ടും നിർഭാഗ്യകരമെന്ന് തന്നെ പറയട്ടെ, ഒരു വർഷം കഴിയുമ്പോൾ അവിടെ വീണ്ടും അശാന്തമാകുന്ന ഒരു സാഹചര്യം. ഇന്നലത്തെ ആ രാത്രി ഭയാനകമായിരുന്നു. ഏതാണ്ട് 24 മണിക്കൂർ ആകാൻ പോവുകയാണ്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഇപ്പം നിലവിലെ ഇസ്രായേലിലെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ജനജീവിതം എന്നുള്ളത് ഒരു സാധാരണ ഗതിയിലേക്ക് തന്നെ ആയിട്ടുണ്ട്. അതായത് ഇന്നലെ ഏറെക്കുറെ ഒരു 5 മണിയായപ്പോൾ, ഇസ്രായേൽ ടൈം ഒരു 5 മണിയായപ്പോഴാണ് അമേരിക്കൻ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് IDF ലഭിക്കുന്നത്. ആ പ്രകാരം IDF കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഇവിടെയുള്ള ഇസ്രായേൽ പൗരന്മാർക്കും അതേപോലെ ഫോറിനേഴ്സ് ആരായാലും അവർക്ക് ഇസ്രായേലിലുള്ള ഏതൊരു പൗരനായാലും ആരായാലും ഒരു വ്യക്തിയായാലും അവർക്ക് കറക്റ്റ് നിർദ്ദേശം കൈമാറി. അതായത് സുരക്ഷാ മാർഗങ്ങൾ, സുരക്ഷാ നിർദ്ദേശങ്ങള്, കറക്റ്റ് വിവരങ്ങൾ കൈമാറിയതനുസരിച്ച് ജനങ്ങള് ബങ്കറിൽ കയറുവും അങ്ങനെ ഒത്തിരി പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളിലെല്ലാം ഒരു ഏകോപനം ഉണ്ടാക്കാൻ പറ്റി. അതിനാൽ നമുക്ക് ആളപായം ഇതുവരെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മിസൈലിന്റെ ഒരു ആക്രമണം കാരണം ഇസ്രായേലില് യാതൊരുവിധ ആളപായവും റിപ്പോർട്ട് ചെയ്തതായിട്ട് വരുന്നില്ല. പക്ഷെ ടെലവിയിൽ ഒരു റെസ്റ്റോറന്റില് മിസൈൽ ഹിറ്റ് ആയിട്ടുണ്ട്, ഡയറക്റ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അതിന്റെ പീസുകള് നേരെ പോയി പതിച്ചൊരു സ്കൂളിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വേറെ യാതൊരു പ്രശ്നം ഇപ്പം നിലവില് ഇവിടെ ഇല്ല. സാധാരണ ഇത്തരമൊക്കെയുള്ള സാഹചര്യങ്ങൾ വളരെ മുൻകൂട്ടി തന്നെ മുന്നറിയിപ്പുകൾ ലഭിക്കുന്നു, ബങ്കറുകളിലേക്ക് നിങ്ങൾ മാറുന്നു. അത് സാധാരണമാണ്, നിങ്ങൾക്ക് അത് പരിചിതവുമാണ്. അതിനപ്പുറം ഒരു സാഹചര്യം ഇന്നലത്തെ ദിവസം ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. എല്ലായ്പ്പോഴും നിലവിൽ ഈ ഒരു കൊല്ലമായിട്ട് ഇവിടെ യുദ്ധം തുടരുന്ന ഒരു സാഹചര്യമാണല്ലോ. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരേ മാർഗനിർദ്ദേശം തന്നെയാണ് ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങളെ പോലുള്ളവർക്ക്, പ്രത്യേകിച്ച് മലയാളീസിന്, അതേപോലെ എല്ലാവരും, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു വിശ്വാസമാണ്, ഇവരുള്ള ഒരു വിശ്വാസമാണ് നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും. IDFും ഇസ്രായേൽ ഗവൺമെന്റിലുള്ള ഒരൊറ്റ വിശ്വാസമാണ് നമ്മളിവിടെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വേറെ യാതൊരു കുഴപ്പം ഇതുവരെ നിലവിലില്ല. തീർച്ചയായും സാധാരണ നിലയിലേക്ക് ജീവിതം മാറിയിട്ടുണ്ട് എന്നത് സൂചിപ്പിച്ചു നേരത്തെ ക്ലിന്റ്. ഇപ്പോൾ പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷങ്ങൾ ഒക്കെ നടക്കുന്നു. നിയന്ത്രണങ്ങളൊക്കെ പാടെ നീക്കിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്താണ്? നിലവില് ഇസ്രായേലിലെ പുതുവത്സരത്തിന്റെ ആഘോഷങ്ങൾ കാര്യമായിട്ട് നടക്കുന്നതാണ്. എന്നാൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇക്കൊല്ലം നിയന്ത്രണാതീതമായിട്ടാണ് കാര്യങ്ങൾ മുന്നേറുന്നത്. അതായത് ഹോം കമാൻഡിന്റെ നിർദ്ദേശങ്ങളുണ്ട്, ഹോം ഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ കറക്റ്റ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആൾക്കൂട്ടം അധികം പാടില്ല. ചില സ്ഥലങ്ങളിൽ കർഫ്യൂ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും അത് എല്ലാ മേഖലയിലും ഇല്ല. ഇപ്പൊ ഇന്നലെ ടെററിസ്റ്റ് അറ്റാക്ക് ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മുടെ ഇറാനിൽ നിന്നുള്ള മിസൈല് അറ്റാക്കിന് മുന്നോടിയായിട്ടൊരു 10 മിനിറ്റ് മുന്നോടിയെങ്കിലും ആയിട്ടാണ് ഇവിടെ ടെററിസ്റ്റ് അറ്റാക്ക് ടെലവിൽ നടന്നാക്കുന്നത്. ഏകദേശം 7 പേരെ ഇഞ്ചുറി. അതിനുശേഷം ഒരു കർഫ്യൂ ആയിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് ജനജീവിതം എല്ലാം സാധാരണ രീതിയിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ആയി. അത് ഇസ്രായേലികളെ സംബന്ധിച്ചും ഇസ്രായേലിന്റെ ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേക സവിശേഷതയാണ്. ഒരു ഇൻസിഡന്റ് ഉണ്ടായ പെട്ടെന്ന് തന്നെ ഇവര് തിരിച്ച് വരിക, സാധാരണ രീതിയിലേക്ക് ഇവരുടെ ജീവിതം തിരിച്ചെത്തിക്കുക. അത് നമ്മൾ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇസ്രായേൽ ജനതയിൽ നിന്ന്. തീർച്ചയായും ഇത്രയധികം മിസൈലുകൾ ഇത്രയധികം ദൂരം സഞ്ചരിച്ച് അവിടെ എത്തുന്നു, ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ പരീക്ഷിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ പോലും അയൺ ഡോം ആണ് പ്രധാന സംരക്ഷിത കവചമായി അവിടെ മാറിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്രായേലിന്റെ നിരവധി പ്രതിരോധ കവചങ്ങൾ ഉണ്ട് എങ്കിൽ പോലും യഥാർത്ഥ സംരക്ഷണം, അല്ലെങ്കിൽ എല്ലാവർക്കും ആത്മവിശ്വാസം നൽകുന്നത്, സംരക്ഷിക്കുമെന്ന് ആത്മവിശ്വാസം നൽകുന്നത് അയൺ ഡോം തന്നെയാണോ? അതാണോ നിങ്ങൾക്കും പ്രതീക്ഷ അതിൽ തന്നെയാണോ? അയൺ ഡോം എന്നുള്ളത് ഉണ്ട്, അതിലുള്ള ഒരു വിശ്വാസമുണ്ട്. അതിലുപരി നമുക്ക് ഈ ഒരു ജനത നൽകുന്ന ഒരു കരുതലുണ്ടല്ലോ, ഇസ്രായേൽ ജനത നമുക്ക് തരുന്ന ഒരു കരുതൽ അയൺ ഡോമിനെക്കാളും വലുതാണ് ഞാൻ നോക്കിയിട്ട്. അത്രയ്ക്ക് നമുക്കൊരു കോൺഫിഡൻസ് ലെവലാണ് ഇവരിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുന്നതും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതും. അത് കാരണമാണ് ഇപ്പം ഇന്നലെ 181 ബാലിസ്റ്റിക് മിസൈൽ വന്നു. ഈ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് നിലവിലെ മലയാളികൾക്ക് ഒരു സുപരിചിതമായ ഒരു കാര്യമല്ല. വർഷങ്ങളായി ഇവിടെ മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ്.
എന്നിരുന്നാലും ഗാസ ഹമാസിന്റെ ഭാഗത്തുനിന്നും അതേപോലെ ഹിസ്ബുള്ളന്റെ ഭാഗത്തുനിന്നും മിസൈലുകൾ വരുന്നുണ്ട്. എന്നിരുന്നാലും അതിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ അല്ല എന്നാണ് അറിയപ്പെടുന്നത് വിടുന്നത്. പക്ഷെ ഇത് ഇന്നലെ വന്നത് ബാലിസ്റ്റിക് മിസൈൽ ആയതുകൊണ്ട് ചെറിയൊരു ഭയം ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മളെല്ലാം സേഫ്റ്റി ആയിട്ട് നമുക്ക് കറക്റ്റ് ടൈമില് മൊബൈൽ അലേർട്ട് വന്നു. മിസൈല് എപ്പോ എവിടെ എത്തുന്ന ആ ടൈമിൽ തന്നെ കറക്റ്റ് നമുക്ക് അലേർട്ട് വന്നു. അത് പ്രകാരം നമ്മൾ സേഫ്റ്റി റൂമിൽ കയറി. അങ്ങനെ സുരക്ഷിതമായി തന്നെ ഞങ്ങൾ മലയാളീസ് എല്ലാവരുടെ യാതൊരു കുഴപ്പങ്ങളുണ്ട് ഇന്നലത്തെ ദിവസം. കഴിഞ്ഞ തവണ ഈ സാഹചര്യങ്ങളിൽ ബന്ധപ്പെടുമ്പോഴും സാധാരണ മലയാളികൾ, അവിടെ ഒരുപാട് മലയാളികളുണ്ട്, നമ്മൾ അവരുമായിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ട്. പക്ഷേ അവരിൽ നിന്ന് കുറച്ചുകൂടി കാര്യങ്ങളെ വളരെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരാളാണ് ക്ലിന്റൺ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ആ ഏറ്റുമുട്ടലിന്റെ സമയത്തൊക്കെ പുറത്തിറങ്ങി നടന്ന് പോലും വീഡിയോ ഒക്കെ എടുക്കുകയും ഞങ്ങളോടൊക്കെ സംസാരിക്കുകയും അവിടുത്തെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. എല്ലാവരും ഇതേ ആത്മവിശ്വാസത്തിൽ തന്നെയാണോ? ഇപ്പോൾ ഒരു കരയുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ നടന്നാൽ വടക്കൻ പ്രദേശങ്ങളിൽ, വടക്കൻ ഭാഗങ്ങളിൽ, അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഇടങ്ങളിലൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവിടെ അങ്ങനെ ആ പ്രദേശങ്ങളിൽ മലയാളികൾ കൂടുതൽ അധിവസിക്കുന്ന ഇടമാണോ? അങ്ങനെയുള്ളവർക്ക് എന്താണ് സാഹചര്യം? ക്ലിന്റനെ പോലെ തന്നെ എല്ലാ മലയാളികളും വളരെ കോൺഫിഡന്റ് ആയി തന്നെ അവിടെ തന്നെ തുടരാം എന്ന തീരുമാനത്തിൽ തന്നെയാണോ? തീർച്ചയായും ഇതുവരെ ഇസ്രയേൽ ഞങ്ങൾക്ക് നൽകുന്ന ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു പിൻബലത്താൽ ഞങ്ങൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് മലയാളീസിന്റെ അടുത്ത് നിന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പൊ നിലവിലെ ലെബനോണിലേക്കുള്ള ഒരു കരയുദ്ധത്തിന്റെ ഭാഗമായി ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു രീതിയിൽ ഒരു ഫോഴ്സ് എൻറ്റർ ചെയ്തിട്ടുണ്ട്, പ്രത്യേക ഒരു സ്പെഷ്യൽ ഫോഴ്സ് എൻറ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ഇവിടുന്ന് ഈ IDF-ന്റെ ഭാഗത്ത് കിട്ടുന്ന റിപ്പോർട്ട്. അത് പ്രകാരം ഇത്ര നിശ്ചിത കിലോമീറ്റർ ഉള്ള ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക്, അത് മലയാളികളായാലും ഇസ്രായേൽ പൗരന്മാരായാലും അവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഗവൺമെന്റ് ചെലവിൽ മാറ്റി പാർപ്പിച്ചാക്കുവാണ്. ഗവൺമെന്റ് ചെലവിൽ. തീർച്ചയായും. ഓക്കെ, ക്ലിന്റൺ, നമ്മളുടെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുന്നുണ്ടോ? അവർ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ? ഇപ്പോൾ മുൻകരുതൽ ഒക്കെയും ഇസ്രായേലി അധികൃതരിൽ നിന്നാണ് ലഭിക്കുന്നത്. അവർ നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുന്നുണ്ടോ? അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലുപരിയാണ്. കാരണം കറക്റ്റ് തക്കതായ സമയത്ത് ഞങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ അവര് പുറപ്പെടുവിക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ നമ്പേഴ്സ് എല്ലാം അവിടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ എംബസിയുടെ സൈറ്റിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അടിയന്തരമായി ഇടപെടാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് വരെ ഞങ്ങൾക്ക് പൂർണ്ണ സപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. മുന്നോട്ട് ഞങ്ങൾ അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ കരയുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ഇസ്രായേൽ നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് എത്തിയിരിക്കുന്നു. പലസ്തീനുമായിട്ടുള്ള, ഹമാസുമായിട്ടുള്ള വിഷയം മറ്റൊരു ഭാഗത്ത് നടക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ഈ ഏറ്റുമുട്ടലിനുള്ള ഊർജം ബാക്കിയാണ്, അല്ലെങ്കിൽ ബാക്കിയുണ്ട് എന്ന് തന്നെ കരുതുന്നുണ്ടോ? അത് ഒരു തരത്തിലും നിങ്ങളുടെ ജീവിതത്തെ അവിടെ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണോ നിങ്ങൾ? തീർച്ചയായും നമ്മള് നാളെ പറ്റി നമുക്ക് എന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്നിരുന്നാലും ഞങ്ങൾ ആ ഒരു നല്ല തന്നെ ഭവിക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പം അടിക്ക് തിരിച്ചടി എന്നുള്ളത് ഒരു ഇസ്രായേലിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സ്വാഭാവികമായ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് പോസിറ്റീവായിട്ട് തന്നെ പ്രതീക്ഷിച്ച് എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ശരി, എന്തായാലും വളരെ നന്ദി ക്ലിന്റൺ, അവിടെ നിന്ന് ഞങ്ങളോടൊപ്പം ചേർന്നതിനും അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഒക്കെ വിശദീകരിച്ചതിനും. എന്തായാലും നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടൊക്കെ നല്ല രീതിയിൽ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്, അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. സുരക്ഷിതരായിരിക്കാൻ ശ്രമിക്കുക. മറ്റ് കാര്യങ്ങൾ അറിയാൻ വീണ്ടും ബന്ധപ്പെടാം. താങ്ക് യു സോ മച്ച്.